പുരാതന ഭാരതത്തിൻ്റെ ചരിത്രവും ആധുനികമായ വൈദഗ്ധ്യവും ഒത്തുചേരുന്ന ഒരിടമാണ് ഇന്നത്തെ അയോധ്യ. ഉത്തർപ്രദേശിലെ സരയൂ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അയോധ്യയ്ക്ക് ഭാരതീയ സംസ്കാരത്തിലും ഹൈന്ദവ വിശ്വാസത്തിലും സവിശേഷമായ സ്ഥാനമാണുള്ളത്. ശ്രീരാമൻ്റെ ജന്മസ്ഥലമായാണ് അയോധ്യ അറിയപ്പെടുന്നത്. രാമായണത്തിലെ പ്രധാന പശ്ചാത്തലം ഈ നഗരമാണ്. സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു അയോധ്യ. അയോധ്യ ക്ഷേത്രം ഭാരതീയ വാസ്തുവിദ്യയുടെയും ഭക്തിയുടെയും ഒരു അപൂർവ സംഗമമാണ്. ഉത്തരേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലിയായ നാഗര രീതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രശസ്ത ക്ഷേത്രശില്പി കുടുംബമായ ചന്ദ്രകാന്ത് സോംപുരയും മക്കളുമാണ് ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത്. 3 നിലകളുള്ള ക്ഷേത്രത്തിന് 350 അടി നീളവും 250 അടി വീതിയും 161 അടി ഉയരവുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഒരിടത്തും ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. കല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ചെമ്പ് കഷ്ണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിന് 1000-ലധികം വർഷം ആയുസ് നൽകുമെന്ന് കരുതപ്പെടുന്നു. രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള ബൻസി ഭാഡ്പൂർ എന്ന പിങ്ക് നിറത്തിലുള്ള മണൽക്കല്ലുകളാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ആകെ 392 തൂണുകളും 44 വാതിലുകളുമുണ്ട്. ഓരോ തൂണിലും ദേവീദേവന്മാരുടെയും മറ്റ് പുരാണ കഥാപാത്രങ്ങളുടെയും രൂപങ്ങൾ മനോഹരമായി കുത്തിയെടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 5 പ്രധാന മണ്ഡപങ്ങളാണുള്ളത്. 1 നൃത്യമണ്ഡപം, 2 രംഗമണ്ഡപം, 3 സഭാമണ്ഡപം, 4 പ്രാർത്ഥനാമണ്ഡപം, 5 കീർത്തനാമണ്ഡപം. 5 വയസ്സുള്ള ബാലരൂപത്തിലുള്ള ശ്രീരാമനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മൈസൂർ സ്വദേശിയായ പ്രശസ്ത ശില്പി അരുൺ യോഗിരാജാണ് ഈ വിഗ്രഹം കൊത്തിയെടുത്തത്. കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന 2.5 ബില്യൺ വർഷം പഴക്കമുള്ള കൃഷ്ണശിലയിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസികൾക്ക് പുറമെ ജൈനമത വിശ്വാസികൾക്കും അയോധ്യ പ്രധാനപ്പെട്ടതാണ്. 5 ജൈന തീർത്ഥങ്കരന്മാരുടെ ജന്മസ്ഥലമായി അയോധ്യ കരുതപ്പെടും. അയോധ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേവലം ഒരു ക്ഷേത്ര നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നഗരത്തെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്ന തരത്തിലുള്ള വമ്പിച്ച അടിസ്ഥാന സൗകര്യ വികസനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അയോധ്യയിൽ ലാൻഡ് ചെയ്തു. ശ്രീരാമൻ്റെ ജന്മഭൂമിയിൽ, ഹിന്ദുക്കളുടെ പുണ്യഭൂമിയിൽ ലാൻഡ് ചെയ്തു. പുറത്തേക്ക് ഇറങ്ങണം. ഫ്ലൈറ്റ് ഒന്ന് നിർത്തിയിട്ടുള്ളൂ. നല്ല തിരക്കാണ്. ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫുള്ളാണ്. ജയ് ശ്രീരാം. അയോധ്യ, വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് അയോധ്യ. ഒരുപാട് നാളായിട്ട് വരണമെന്ന് വിചാരിച്ചതായിരുന്നു. അത് ഇന്ന് സാധ്യമായി. ഇന്നലെ 6 മണിക്ക് ഭക്ഷണം കഴിച്ചതാ. ഇന്നൊന്നും കഴിച്ചിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ഡൽഹിക്കുള്ള ഫ്ലൈറ്റിൽ കുറച്ച് ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല. ഞങ്ങളങ്ങനെ അയോധ്യ എയർപോർട്ട് അറൈവൽ. ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് ഇത് അവിടെ നിൽക്കുന്നുണ്ട്, എയർ ഇന്ത്യ എക്സ്പ്രസ്. അങ്ങനെ അറൈവലിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ദിവസം അയോധ്യയിലുണ്ടാവും. അയോധ്യയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോയിൽ കൂടുതൽ കാഴ്ചകൾ വരും. ഞങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേ രാമായണത്തിലെ വിവിധ കഥകളാണ് ചിത്രമായിട്ട്. എയർപോർട്ട് ചെറിയ എയർപോർട്ടാണെങ്കിലും വളരെ, അതായത് അമ്പലത്തിൻ്റെ മാതൃകയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി പുറത്തിറങ്ങുമ്പോൾ കാണാം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഡിഫറൻസ് അറിയും. ഇതിപ്പോൾ രാവണൻ, രാമായണത്തിലെല്ലാ പ്രധാന ചരിത്രങ്ങളെല്ലാം ഇതിൽ ഈ ചിത്രങ്ങളിലുണ്ട്. കറക്റ്റ് അമ്പലത്തിൻ്റെ പോലെയാണ് പണിത് വെച്ചിരിക്കുന്നത്. ഡിസൈൻ കംപ്ലീറ്റ്. ഏതാ വണ്ടി? അതാ. അങ്ങനെ ഞങ്ങളിനി നേരെ പറ്റിക്കുന്ന ഹോട്ടലിൽ പോവും. എന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ ഇതാണ് വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് അയോധ്യ.
छोटा छोटा बैग है, इधर ही रखो। ठीक। राम मंदिर ओपन लास्ट ईयर नहीं 24 इलेक्शन के തൊട്ട് മുമ്പാണ് രാം मंदिर तो 24 से पहले इधर एयरपोर्ट नहीं था। नहीं यहाँ ट्रेनिंग सेंटर था ही। आलू परोठा ऐसा मिलेगा इधर? हाँ रेस्टोरेंट में मिलेगा। रेस्टोरेंट, अच्छा रेस्टोरेंट में चलो जी पंचमुखी रेस्टोरेंट है, बढ़िया है। ओके, ഇതര പൂരി ഉണ്ടാവും, മസാല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങി ഉടനെ നല്ല ഹോട്ടലാന്ന് പറഞ്ഞിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങളെ 2 സെറ്റ് പൂരി സബ്ജിയും പിന്നെ ആലു പൊറോട്ട വിത്ത് കട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് ആലു പൊറോട്ട. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു, കാരണം ഇവിടെ നിന്ന് പ്രത്യേകിച്ച് തൈരിൽ മുക്കിയിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ പൂരി സബ്ജി, എനിക്ക് പൂരി സബ്ജി കണ്ടതാണ്. പ്രശാന്തിനും ഏട്ടനും പൂരി സബ്ജി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആലു പൊറോട്ട. ഞങ്ങളുടെ ആലു പൊറോട്ട വന്നു. ആലു പൊറോട്ട ഇവിടെ ആലു പൊറോട്ട കുഴപ്പമില്ല. പിന്നെ പറയാം, കഴിക്കണില്ലേ? ഇവർക്കുള്ള വന്നോളൂ. അത് ഉപ്പിട്ടതാ, അങ്ങനെ നല്ലതല്ല ആലു പൊറോട്ട. ഇവിടെ കഴിച്ചോട്ടെ എന്നിട്ട് പറയാം. അല്ല ഉപ്പിട്ടേക്ക് വെച്ചോളൂ. വേണോ? ഒരു കഷ്ണം വേണോ? ഞങ്ങൾ ആദ്യം കഴിക്കണം. ഒരു കഷ്ണം വേണോ? വേണോ? വയറ് ഇല്ല, ഇത് തൈര് കൂട്ടി കഴിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. നല്ലതാ, സ്വാദം ഇങ്ങനെ എടുത്തിട്ട് ഇയാളുടെ ബുക്കിൽ കണ്ട് എയ്റ്റസിന്റെ ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് അടിപൊളി ഒരെണ്ണം കഴിച്ചാൽ മതി രാവിലെ. പൂരി സബ്ജി അതിൽ പറ്റിക്കില്ല. നല്ല ചൂടാലു പൊറോട്ട. പൂരിയെ എണ്ണയാണ് എനിക്കറിയില്ല, കടലെണ്ണ എത്രത്തോളം പൂരി ഇഷ്ടപ്രകാരമായിരുന്നു. പ്രശാന്തനും ഉള്ള പൂരി വരുന്നുണ്ട്. ഈ സബോള ഞാൻ കിട്ടോ, കാരണം ഇതെന്താ സാധനം? തൈര്. ഇവിടെ തൈര് എല്ലാത്തിനും ഉണ്ടാവും. ഇവിടെ തൈരില്ലാത്ത കളി ഉണ്ടാവില്ല. ഇന്ത്യൻ തൈരുണ്ടാവും. നല്ലതാ, വയറിന് നല്ല ചൂടത്ത് കഴിക്കാൻ നല്ല തൈര്. പഞ്ചമുഖി റെസ്റ്റോറൻറ്റ് എന്നല്ലേ പറഞ്ഞതിൻ്റെ? പഞ്ചമുഖി റെസ്റ്റോറൻറ്റ്, അയോധ്യ പ്രയാഗ്രാജ് റോട്ടിൽ. എല്ലാവരും അയോധ്യയിൽ വരുന്ന എല്ലാവരും പഞ്ചമുഖി റെസ്റ്റോറൻറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അയോധ്യയിൽ നിന്ന് പ്രയാഗ്രാജ് പോണ വഴി റോട്ടിൽ അല്ലേ? പ്രയാഗ്രാജ് റോഡ് കണ്ടേ? ഒരു കഷ്ണം എടുത്തോ. നല്ലതാ, ഫ്രഷ് ആയിട്ടുള്ള ഒരു പൂരി കഴിച്ചു നോക്കിയതാ. പൂരി അടിപൊളി, നല്ല അത് ആ കോൺസെപ്റ്റ് നല്ല സാധനം. സമാധാനം വന്നാൽ മനസ്സിലാവണ്ടേ? ഞങ്ങള് ഭക്ഷണം കഴിക്കൂട്ടാ, കുഴപ്പമില്ല. നമുക്ക് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂം കഴിഞ്ഞ് ഫ്രഷപ്പ് ചെയ്താൽ അവിടേക്ക് പിടിച്ചുകൊണ്ടുപോകാന്ന് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം രാം മന്ദിർ പോവാം, അതിനുശേഷം ഹനുമാൻ ഗർഹി ഉണ്ട്, ഹനുമാൻ്റെ ഒരു അമ്പലമുണ്ട്. പിന്നെ കനക് മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ്റെ കൊട്ടാരമാണ്. പക്ഷെ അത് അമ്പലം ആയിട്ടാണത് സങ്കല്പം. അമ്പലമാണത്, അത് കൊട്ടാരം പോലുള്ള തോന്നുന്നു അല്ലേ? ഈ കനക് മഹൽ എന്ന് പറയുന്നത്. ഹനുമാൻ ഗർഹി എന്ന് പറയുന്നത് ഹനുമാൻ്റെ അമ്പലമാണ്. ഹനുമാൻ്റെ അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ
തിരിച്ചു വരുമ്പോൾ ഹനുമാനെ കണ്ട് हनुमान जी यहाँ के केयर टेकर है ഓ ഇത് അയോധ്യയൊക്കെ കേട്ടേക്കാണ് ഓ ഹനുമാൻ അയോധ്യയുടെ കാവൽക്കാരനാണ്. അപ്പൊ ആ ഹനുമാനെ ദർശിച്ചിട്ട് വേണം ശ്രീരാമന്റെ അടുത്ത് പോകാൻ. അതാണ് അവിടെ പറഞ്ഞത്. दशरथ जी का वो है ഓ കൈകേയി और कनक महल है जो है वो सीता जी को कैकेयी जी ने गिफ्ट में दिया था. ഓ യെസ് യെസ് മരുമകൾക്ക് കൈകേയി രാജ്ഞി കൊടുത്ത സ്ഥലമാണ് കനക് മഹൽ. അങ്ങനെയാണ് മരുമകൾക്ക് കൊടുത്ത സ്ഥലമാണ്. तो गाइड तो नहीं है सर आपका? ഞങ്ങൾ സ്റ്റേ ചെയ്യണ ഹോട്ടലാണ് അയോധ്യയിൽ, റീഗൽ ക്രൗൺ. ഒരു ദിവസമുള്ളൂ, ഇന്നൊരു ദിവസം രാത്രിയുള്ളൂ. നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്യും, നേരെ വാരണാസി പോകും. അപ്പോൾ ഹോട്ടലിൽ കയറി ഒന്ന് ഫ്രഷപ്പായിട്ട് നേരെ അമ്പലം അയോധ്യ, അത് കഴിഞ്ഞ് ഹനുമാൻ ഗ്രഹി. അങ്ങനെ നമ്മൾ റൂമിലെത്തി. 302 301 302 കുഴപ്പമില്ലേട്ടാ, നല്ല ഹോട്ടലാണ്. നല്ല ചെറിയ ഹോട്ടലാണ്, പക്ഷെ ഭയങ്കര നീറ്റാണ്. പുതിയ അധികം പഴക്കണ്ടാവില്ല, അതാവും. ഈ റൂം തുറന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കംപ്ലീറ്റ് ബാത്റൂം നോക്കാം. യെസ്, കുഴപ്പമില്ല. ബാത്റൂം നല്ല ബാത്റൂമാണ്. വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വൃത്തിക്കൊന്നും കുറവില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഹോട്ടൽ. റൂം ഞങ്ങളിങ്ങനെയാ റൂം എടുത്തിട്ട് ഇത് ഇപ്പുറത്തെ റൂമിലേക്ക് കിടക്കാം. അപ്പൊ ഞങ്ങളിപ്പോ ഡയറക്റ്റ് പോണത് ഹനുമാൻ ഗർഹിയിലാണ്. ഹനുമാൻ ഗർഹി എന്ന് പറഞ്ഞാൽ ഹനുമാന്റെ ക്ഷേത്രം. നമ്മൾ ശ്രീരാമനെ തൊഴുന്നതിന് മുന്നേ ഹനുമാനെ വണങ്ങണം എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ ഹനുമാൻ ബാലരൂപത്തിലുള്ള ഹനുമാനാന്ന് കേട്ടേക്കണം. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഹനുമാൻ കുട്ടി ഹനുമാനാണ് അവിടെ പ്രതിഷ്ഠ. അങ്ങനെയാണ് സങ്കല്പം. അപ്പോൾ ഹനുമാന്റെ ക്ഷേത്രത്തിലേക്കാണ് പോണത്. അതൊരു മലയുടെ മുകളാണ്. 10-75 സ്റ്റെപ്പ് കയറണം. ഹനുമാൻ ഗർഹി, അതാണ് അതിൻ്റെ പേര്. ഒരു മലയ്ക്ക് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ മതിൽ കെട്ടി ഉണ്ടാക്കിയുള്ള കോട്ട പോലെ. ജദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ആകല്ല ഫ്ലാഗ് കാണുന്നുണ്ട്, അതാണ് രാം മന്ദിർ. ലെവൽ പാർക്കിങ്ങാ. അപ്പോൾ അയാൾ ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് അയാൾ പാർക്ക് ചെയ്ത് വരാമെന്നാണ് പോയി ഡ്രൈവർ. ഇത് മുഴുവൻ പാർക്കിംഗ് ഏരിയ. ഇതുപോലെ ഒരുപാട് പാർക്കിങ്ങിൻ്റെ സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ. ഇപ്പോഴും അയോധ്യയിൽ ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു. വൃത്തികേടൊന്നുമില്ല, വളരെ ക്ലീൻ ആൻഡ്, അതായത് പുതിയതായി പണിയുന്ന സ്ഥലങ്ങളൊക്കെ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. ദിവസം 2 നേരം ക്ലീൻ ചെയ്യുന്ന പറയുന്നത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അങ്ങോട്ട് ടൂറിസ്റ്റ് വരുന്ന വണ്ടികൾ അങ്ങോട്ട് കടത്തി വിടില്ല, അവിടെ ബ്ലോക്ക് ചെയ്യും. നമ്മൾ അവിടെ നിന്ന് നടന്നു പോകണം, അല്ലെങ്കിൽ സ്പെഷ്യൽ പാസും കാര്യങ്ങളൊക്കെ എടുക്കണം പോലീസിൽ നിന്ന്. അപ്പോൾ ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ നടക്കുക രാം മന്ദിറിലേക്ക്. റോഡും പരിസരമൊക്കെ വളരെ ക്ലീനാണ്, നോക്കി നോക്കൂ. ഇതെല്ലാം ക്ലീൻ ആൻഡ് നീറ്റ്. ഇവിടെ മുഴുവൻ ഇതുപോലുള്ള ഇലക്ട്രിക് ഓട്ടോകളാട്ടോ.
നിറയെ ഇലക്ട്രിക് ഓട്ടോകളാണ് അവിടെ ഉള്ളത്. ആളുകൾ പിന്നെ റോട്ടിൽ നിന്ന് മാറുന്നില്ല എല്ലാവരും. ഇസ്മേ ബൈറ്റോ ആ മേ പിന്നാടി ബൈറ്റോ ഞങ്ങൾ ഈ ഇലക്ട്രിക് ഓട്ടോയിൽ കയറി. ഇത് അങ്ങോട്ട് പോയില്ലേ? ആ ഞങ്ങളിപ്പോൾ ഹനുമാൻ കറിയിലേക്കാണ് പോകുന്നത്. അപ്പം ഇനി അതിൻ്റെ കാഴ്ചകൾ കാണാം. ഞങ്ങൾ പുറകിലേക്ക് ഞങ്ങൾ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. അടിപൊളിയാ ഈ പരിപാടി. ഇതില് മറ്റേ ശിവന്റെ മറ്റേ രാമന്റെ അമ്പലത്തില് അത് കഴിഞ്ഞാൽ നമ്മളെ അവിടെ കൊണ്ടുപോയി ആക്കും. കാറ് കൊണ്ട് അവിടെ വരാം. ഇതൊരു പ്രത്യേക അനുഭവം. ബാക്കിലേക്ക് പോവാനേ നല്ല രസമാണ്. ഒരു വണ്ടി നോക്കും, അത് വലിയ വണ്ടിയാണ്. എല്ലാ വണ്ടി ഓടിക്കുന്നതിനൊരു യാതൊരു തോന്നിയ പോലെ ഓടിക്കണം. ആളുകൾ വണ്ടി ഓടിക്കുന്നവർക്ക് യാതൊരു സീക്ക് സെൻസും ഇല്ല. അതിപ്പോൾ നമ്മുടെ നാട്ടിലും കണക്ക് തന്നെ ബൈക്കൊക്കെ ഇങ്ങനെ കുത്തിക്കാരില്ലേ. അയ്യോ ആ ഉള്ളോട്ടിലാ പോണേ. വേറെ ആൾക്കാർ കയറി നല്ല തിക്ക് റോഡില്. നല്ല തിരക്കാ. അയ്യോ എന്ത് തിരക്കാ നല്ലേ. ഇത് മുഴുവൻ ഗോൾഫ് കാട്ടുകളോ ഇല്ലേ? എന്താ ഈ വണ്ടികളൊക്കെ പറയാം? ബഗ്ഗിന്നാ. ഗോൾഫ് ബഗ്ഗി വണ്ടികളാ മുഴുവൻ. അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ ഗർഹി ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. ഭഗവാൻ രാമന്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം നഗരത്തിന്റെ മധ്യഭാഗത്തായി ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കോട്ടയുടെ മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗർഹി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കോട്ട എന്നാണ്. 4 വശങ്ങളിലും വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനായി 76 പടികൾ കയറേണ്ടതുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ബാലരൂപത്തിലുള്ള വിഗ്രഹമാണ്. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം അയോധ്യ നഗരത്തെ സംരക്ഷിക്കുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അയോധ്യയുടെ കാവൽക്കാരനായ ഹനുമാന്റെ അടുത്തേക്ക് പോകുന്നു. ഹനുമാൻ ക്ഷേത്രത്തിലേക്ക്. ഹനുമാൻ ഗർഹി. यही है। ओ ഞങ്ങളുടെ ഹനുമാൻ കറിയിൽ കയറി. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ജയ് ശ്രീറാം. കഴുത്തിലൊരു മാലയൊക്കെ ഇടിച്ച് തന്നു. പിന്നെ നമ്മൾ ലഡു പുറത്തുനിന്ന് നമ്മൾ മേടിച്ചിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആ ലഡു അവരവിടെ ഉള്ളിൽ ഹനുമാന് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി നമുക്ക് തരും. ഒരു പ്രത്യേക അനുഭവം. ഭയങ്കര തിരക്ക്. ഒരു തവണയൊക്കെ ജീവിതത്തിൽ വന്ന് കാണാം. കാരണം അത്രയധികം ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു
ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ രാം മന്ദിറിലേക്കാണ് പോകണം അല്ലേ? നീ രാം മന്ദിരല്ലേ? അഗ്ര രാം മന്ദിർ കനക് ഭവൻ. ഇനി നീ കനക് ഭവനിലേക്കാണ് ഇനി പോണത്. കനക് ഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ സീതയെ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കൈകേയി രാജ്ഞി സീതയ്ക്ക് നൽകിയ സമ്മാനമാണ് കനക് ഭവൻ. അവിടേക്കാണ് അടുത്ത് പോണത്. ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കണ്ടില്ലേ ആളുകൾ ഇതിനിടയിൽ കൂടെ നടക്കുന്നു, ഇതിനിടയിൽ കൂടെ ബൈക്ക് സ്കൂട്ടർ എല്ലാം. രാം മന്ദിറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വാച്ച് ഡിജിറ്റൽ വാച്ചല്ല, സ്മാർട്ട് വാച്ചും ഫോണും ഒന്നും തന്നെ അകത്തേക്ക് കടത്താൻ പറ്റില്ല. പുറത്ത് ലോക്കർ ഉണ്ടാവും, നമുക്ക് ലോക്കറിൽ വെക്കാം. അകത്ത് പോയി തൊഴുത് വന്നതിന് ശേഷം തിരിച്ചതെടുക്കാം, അങ്ങനെ പറ്റുള്ളൂ. ഞങ്ങളിനി രാം മന്ദിറിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ തുടർന്ന് കാണാം. ഞങ്ങൾ അയോധ്യ ക്ഷേത്രത്തിൽ തൊഴിൽ കഴിഞ്ഞു. അതിനുള്ളിലേക്ക് ക്യാമറയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഒന്നും തന്നെ അതിൻ്റെ അകത്തേക്ക് കടത്താൻ പറ്റില്ല. ഒന്നും അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തെ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ദശരഥ് മഹൽ, രാജ്മഹൽ, കനക് മഹലിൽ ഭയങ്കര തിരക്കാണ്, വേറെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇതിലെ വാ. ये भैया ये किधर रखेगा? പലവിധ കാഴ്ചകളാണ് കേട്ടോ അവിടെ. എവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണാം. ദശരഥൻ്റെ ടെമ്പിളിലേക്കാണ് പോണത്, ദശരഥ മഹാരാജാവിൻ്റെ ടെമ്പിളിലേക്ക്. Shri Ram Jai Ram Jai
ഞങ്ങൾ സരയൂ ആരതി കണ്ടു. സരയൂ ആരതി കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. നാളെ രാവിലെ വാരണാസി പോവും. പിന്നെ വാരണാസിയിൽ 2 ദിവസം ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ മുഴുവൻ കാണുക. അപ്പോൾ ഒരു തവണയെങ്കിലും അയോധ്യയിൽ വരാൻ എല്ലാവരും ശ്രമിക്കുക. ഒരു തവണ വന്ന് കാണണം, നമ്മൾ ശ്രീരാമനെ വണങ്ങി പോകണം എന്ന് ഞാൻ പറയും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോവും. ഒന്ന് ഫ്രഷപ്പായിട്ട് ഭക്ഷണം കഴിക്കണം. ഡിന്നറുണ്ട്, അത് കഴിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങുക. അതാണ് ഇന്നത്തെ പണി. നാളെ രാവിലെ 9 മണി 9:30 വാരണാസി പോവും. ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ.